ഹലോ ഡിയർ ഫ്രണ്ട്സ്, മറ്റേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കനക ഓട്ടോയിൽ വന്നിറങ്ങുമ്പോൾ മനോഹരമായ ആ കാഴ്ച കാണുകയാണ്. നമ്മുടെ ദേവയാനി നമ്മുടെ മരുമോളെ ഒഴിഞ്ഞിടുക കേട്ടോ. അപ്പോഴത്തേക്കിനും കനകയുടെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ്, ദൈവമേ ഇവളെ കൊണ്ടുവന്നിട്ട് ഇനി മകനും മരുമോളും കൂടി വേർപിരിയാൻ വേണ്ടിയിട്ട് വല്ല പൂജയും ചെയ്യുന്നതാണോ എന്നിങ്ങനെ കനക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ വിചാരിക്കുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒന്നും ഇടത്തില്ലല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പൂജാരി പറയുന്നുണ്ട്, ആ ഓ ഓക്കെ ഓക്കെ ഇനി നല്ലതായിരിക്കും നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം നയന ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വേണമായിരുന്നോ അമ്മ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ പൂജാരി ഒന്നുകൂടെ പറയുകയാണ്, ഇത് വേണം മോളെ, ഇനി ഇത് ചെയ്തില്ലെങ്കിൽ അമ്മയ്ക്കാണ് അതിൻ്റെ ദോഷം, ഇനി ഇത് ചെയ്തതുകൊണ്ട് അമ്മയ്ക്ക് ഒരുപാട് ഗുണങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നിങ്ങനെ പൂജാരി നയനയോട് പറയുകയാണ്. ഇനി നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ല കാലമായിരിക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടാളും ഒരിക്കലും വേർപിരിയത്തില്ല, അതിന് ദൈവം സമ്മതിക്കത്തില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന ഓ എന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന ദക്ഷിണ എടുക്കുക. ഇന്ന് എനിക്ക് സാലറി കിട്ടിയ ദിവസമാണെന്ന് പറഞ്ഞിട്ട് നയന ഊതിയിട്ട് ആ ദക്ഷിണ നമ്മുടെ പൂജാരിക്ക് കൊടുക്കുന്നതൊക്കെ നമ്മുടെ കനക ഇങ്ങനെ കണ്ണോടുകൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, അല്ലെങ്കിലും എനിക്കിനി എൻ്റെ മരുമകളെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല തിരുമേനി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിരുമേനി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു മരുമകൾക്ക് ഇതിൽ കൂടി എന്ത് സൗഭാഗ്യമാണ് വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദക്ഷിണ കുടുംബത്തേക്കിനും തിരുമേനി പറയുന്നുണ്ട്, നന്നായി വരും മോളെ, മോൾക്ക് ധാരാളം സമ്പത്തുണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവർ വണ്ടി കയറി പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ കനക ഇങ്ങനെ ആശങ്കയോടുകൂടി താഴെ ഇറങ്ങി വരിക കേട്ടോ. കനകയ്ക്ക് അങ്ങ് പേടിയാവുന്നുണ്ട്, ഇനി എൻ്റെ മകളെ കൊണ്ടുവന്ന് എന്തെങ്കിലും പൂജയോ വല്ലതും ചെയ്തതായിരിക്കും എന്നിങ്ങനെ തിരുമേനിയുടെ ആശങ്കയായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. തന്നെയല്ലേ ഉഗ്രമൂർത്തിയല്ലേ ഇവിടെ ഇരിക്കുന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ തിരുമേനി ചോദിക്കാൻ, കണ്ടിട്ട് എന്താ മനസ്സിലായെന്ന് ചോദിക്കും കേട്ടോ. അല്ല ഒന്നും പറയാൻ പറ്റത്തില്ല എന്നിങ്ങനെ കനക പറയും. അന്നേരം പറയും, ഇനി ഒരിക്കലും അവർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അവർ തമ്മിൽ പിരിയേയില്ല, അമ്മായിയമ്മ മരുമകളെ അംഗീകരിച്ചു എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കിനും കനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ. പക്ഷെ ആദ്യം തിരുമേനിയൊന്നും പറയാനൊന്നും റെഡിയാകുന്നില്ല. മോളുടെ അമ്മായിയമ്മ എന്നോടൊന്നും മറ്റാരോടും ഒന്നും പറഞ്ഞേക്കില്ലെന്നാണ് പറഞ്ഞതെന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, അവരെ ഞാൻ കണ്ടല്ലോ, ഇനിയിപ്പോൾ തിരുമേനിക്ക് പറയുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചത് കൊണ്ടാണ് തിരുമേനി അത് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനിത് പറഞ്ഞതായിട്ട് അവരറിയരുതെന്ന് പറയും കേട്ടോ. ഇല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൽ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്ന് പറയും. അപ്പോൾ കനക പറയും, ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കനക പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര കാലത്തേക്കിന് മൂടി വെക്കാൻ പറ്റും എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും തിരുമേനി പറയുന്നുണ്ട്, നല്ല കാഴ്ചയല്ലേ കണ്ടത്, എന്നാൽ ദേവിയോട് നന്ദി പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം കനക മനസ്സ് കുളിർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി സന്തോഷമായി കേട്ടോ കനകയ്ക്ക്. അതിനുശേഷം നമ്മുടെ ദേവയാനും നയനയും കൂടെ ഇങ്ങനെ കാറി വന്നിട്ട് മുല്ലപ്പൂ ചേച്ചി ഉണ്ടല്ലോ അവിടെ ഇറങ്ങുവാണ്. അപ്പോഴത്തേക്കിനും അവിടെ ഇറങ്ങിയിട്ട് ഒരു 6 മുഴം മുല്ലപ്പൂ വേണമെന്ന് പറയും കേട്ടോ. അപ്പോൾ സാറുമായിട്ടാണ് സാധാരണ മേഡം വരാറുള്ളതെന്ന് പറയുവേ. ഇതാരാന്ന് ചോദിക്കും കേട്ടോ. ഞാനൊരു ആൻറ്റിയാണെന്ന് ദേവയാനി പെട്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് മുല്ലപ്പൂ കൊടുക്കും, പൈസ കൊടുക്കുമ്പോഴത്തേക്കിനും പിന്നെ എമൗണ്ട് തിരിച്ച് മേടിക്കത്തില്ലോ കേട്ടോ, ബാക്കി ബാലൻസ്. അപ്പം മുല്ലപ്പൂവിൻ്റെ അവിടുത്തെ ചേച്ചി പറയുന്നുണ്ട്, സാറ് വന്നാലും ഇങ്ങനെയാണ്, ബാക്കി ബാലൻസ് മേടിക്കാറില്ല എന്ന് പറയും കേട്ടോ. അപ്പം നയന് പറയുന്നുണ്ട്, ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചു, ഞങ്ങൾ പിന്നെ വന്നെല്ലാം മേടിച്ചോളാന്ന് പറയുക. എന്നിട്ട് ഇങ്ങനെ മുല്ലപ്പൂ കൈ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ദേവയാനി തിരിച്ചു കൊടുത്തിട്ട് പറയും, ഇതൊന്നും രണ്ടായിട്ട് മുറിച്ച് തരുമെന്ന് ചോദിക്കും കേട്ടോ. അങ്ങനെ മുറിച്ച് കൊടുക്കും കേട്ടോ. പിന്നെ മുല്ലപ്പൂ എടുത്ത് നമ്മുടെ തലയിൽ ഇങ്ങനെ കുത്തി കൊടുക്കുവാണ്. ആ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് വീണ്ടും നമ്മുടെ കനക ഓട്ടോയിൽ അവിടെ വന്ന് നിൽക്കുക കേട്ടോ. വണ്ടി വിടുന്നില്ല. ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് സമയമാകുമ്പോൾ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം കനക പറയുന്നുണ്ട്, നമ്മുടെ മുന്നിൽ നമ്മൾ അമ്പലത്തിൽ വെച്ച് കണ്ട ആൾക്കാർ അവിടെ നിൽക്കുന്നതെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് ഓട്ടോക്കാരൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീണ്ടും അങ്ങനെ കനക ആ മനോഹരമായ സുന്ദരമായ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അതിനുശേഷം ദേവയാനി നമ്മുടെ നാനയും പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക മുല്ലപ്പൂവിൻ്റെ അടുത്തേക്ക് വണ്ടി വിടും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയും, ഒരു 3 മുഴം മുല്ലപ്പൂ എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിന് ശരി ഓക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് എടുക്കുവേ. അല്ല ഇപ്പോൾ വന്നിട്ട് പോയവർ ഇടയ്ക്ക് എപ്പോഴും വരാറുണ്ടോ എന്ന് ചോദിക്കുക. അന്നേരം പറയും, ഇല്ല, പുള്ളി ആ മേഡത്തിൻ്റെ ഹസ്ബൻഡുമായിട്ട് എപ്പോഴും വരുമായിരുന്നു, പക്ഷേ ആ സ്ത്രീയുമായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നതെന്ന് പറയും കേട്ടോ. എന്നാൽ ഇനി നോക്കിക്കോ, അവരിനി എപ്പോഴും വരും എന്ന് പറയുവേ.
അപ്പോഴത്തേക്കിനും നമ്മുടെ പൂ ഓർക്കുന്ന ചേച്ചി പറയും ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയപ്പോഴത്തേക്കിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നല്ല കാലമാണ്, ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയും കേട്ടോ. അങ്ങനെ മുല്ലപ്പൂ മേടിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി കനക അവിടെ നിന്ന് പോവുകയാണേ. പിന്നീട് കനക ഇങ്ങനെ മനസ്സ് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ, ആ ശരിയാണ്, ഇനി കരളിൻ്റെ കഥ അമ്മായിമ്മ അറിഞ്ഞു കാണുമായിരിക്കും, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്നേഹം എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയനയുടെ കാറ് ഇടയ്ക്ക് വെച്ച് നിർത്തുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കിനും പുറകെ നമ്മുടെ കനകയും വരുന്നുണ്ട്. അപ്പോഴത്തേക്കിനും അമ്മ ഇനി ഇവിടെ ഇറങ്ങി, മോൾ ഇനി ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളാം എന്നിങ്ങനെ ദേവയാനി പറയും കേട്ടോ. ശരി ശരി അമ്മയെന്ന് പറയാം, അതാ ഒരു ഓട്ടോ വരുന്നുണ്ടെന്ന് പറയും, കൈ കാട്ടുവേ. അപ്പോഴത്തേക്കിനും ആ ഓട്ടോ കനകയായിരുന്നു അതിൻ്റെ അകത്തെ. അപ്പോഴത്തേക്കിനും പറയാം, എടാ ചെറുക്കാൻ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം, നീ അത്ര ദൂരം പോവല്ലേ, ഇവിടെ നിർത്ത് പറയും കേട്ടോ. അങ്ങനെ അവിടെ നിർത്തുവേ. അപ്പോഴത്തേക്കും തൊട്ട് പിന്നാലെ തന്നെ ഇന്നൊരു ഓട്ടോ വരും കേട്ടോ. ആ ഒരു ഓട്ടോയിൽ കയറി നയനെ വീട്ടിലോട്ട് പോവുക. അതുപോലെ തന്നെ ദേവയാനി കാറിൽ കയറി പോകാനായിട്ട് ഒരുങ്ങി. അങ്ങനെ നമ്മുടെ കനകയും ഇതെല്ലാം കണ്ട് സന്തോഷത്തോടു കൂടി കനകയും വീട്ടിലോട്ട് പുറകെ ഇങ്ങനെ പോവുകയാണ്. അപ്പോഴത്തേക്കും വീട്ടിലിങ്ങനെ നമ്മുടെ അടുത്തായിട്ട് കാണിക്കുന്ന ഗോവിന്ദൻ ഇങ്ങനെ നമ്മുടെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കിനും നയന ഇങ്ങനെ ഓട്ടോയിൽ വന്നിറങ്ങും കേട്ടോ. ആഹാ മോളോ അച്ഛനൊക്കെ വിളിച്ചോണ്ട് വരും കേട്ടോ. ആ മോളെന്താ ഇത്ര പെട്ടെന്ന്, സാധാരണ വിളിച്ചിട്ടാണല്ലോ വരുന്നത് എന്നിങ്ങനെ ചോദിക്കുവേ. എന്നാ പെട്ടെന്ന് വന്ന ഒരു കാരണമുണ്ട് അച്ഛനൊക്കെ പറയും കേട്ടോ. ഞാനിപ്പോൾ അവിടെ നമ്മുടെ കാവിൽ പോയിട്ടാണ് വരുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ പ്രായശ്ചിത്ത കാവിലോ അവിടെ പോകുന്നതിന് മോൾ എന്താ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ നയന പറയുകയാണെ, എപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഒരു പ്രായശ്ചിത്തം ചോദിക്കുന്നത് നല്ലതല്ലേ എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നയന ഇങ്ങനെ ചോദിക്കുക, അമ്മ എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കും കേട്ടോ. അമ്മ വെളിയിലോട്ട് പോയി, അമ്പലത്തിലും പോകുന്നാ പറഞ്ഞെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കിനും നയന നമ്മുടെ കനക പെട്ടെന്ന് വന്നിട്ട് ദാ ഞാൻ എത്തിയെന്ന് പറയും കേട്ടോ. മോൾ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കൊടുത്തിട്ട് ഒരിക്കലും നോക്കാത്ത പോലെ ഇങ്ങനെ മോളെ നോക്കിയിട്ട് ചിരിക്കുക കേട്ടോ. സന്തോഷമാണ് മനസ്സ് നിറച്ച് എങ്ങനെ ഇങ്ങനെ കുടുങ്ങി അങ്ങനെ ചിരിക്കുക കേട്ടോ. അപ്പോൾ നയനയ്ക്ക് സംശയം, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ നോക്കുവാണേ. അപ്പോഴത്തേക്കിനും നയന പെട്ടെന്ന് നയനയുടെ കയ്യിലിരിക്കുന്ന പൈസ എടുക്കുക കേട്ടോ. ആ എന്നിട്ട് രണ്ടാളും ഐശ്വര്യത്തോടു കൂടി ഈ പൈസ മേടിക്കുകയും ചോദിക്കും. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക, ഇതെന്തിനാ മോളെ ഈ പൈസയും ചോദിക്കും കേട്ടോ. അപ്പോൾ പറയും, മുത്തശ്ശി ജ്വല്ലറി ജോലിക്ക് കയറിയിട്ട് ഇപ്പോൾ ഒരു മാസമായി, ആദ്യത്തെ ശമ്പളമാണ് എന്ന് പറയും കേട്ടോ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും തരണമെന്ന് എനിക്ക് തോന്നിയത് നിങ്ങളെ നയന പറയുക. അപ്പോൾ ഗോവിന്ദൻ പറയും, എന്താ മോളെ ഇത് ഞങ്ങൾക്കാണോ തരേണ്ടതെന്ന് ചോദിക്കുവേ. എന്നിട്ട് ഗോവിന്ദനെ എണീക്കും കേട്ടോ. അപ്പോൾ രണ്ടാളും ഇങ്ങനെ എണീച്ച് നിൽക്കുമ്പോഴത്തേക്കിനും എമൗണ്ട് ക്യാഷ് കൊടുത്തിട്ട് നയന രണ്ടുപേരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. മോളെ ഇത് ഞങ്ങൾക്കല്ല തരേണ്ടത്, ഇത് ആദർശിനാണ് കൊടുക്കേണ്ടതെന്ന് പറയുക. അന്നേരത്തേക്കിനും നയന പറയുന്നുണ്ട്, അതെങ്ങനെ പറ്റും, ഇത് ആദർശേട്ടനാണ് എനിക്ക് ശമ്പളം തന്നത്, പിന്നെ ഞാൻ എങ്ങനെ ആദർശേട്ടന് കൊടുക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുവേ. എന്നിട്ട് ഗോവിന്ദൻ എത്തി നിന്ന് ഒരു 1000 രൂപ എടുക്കുവേ. എന്നിട്ട് പറയും, ബാക്കി എമൗണ്ട് മോള് കയ്യിൽ വെക്കണം, ഈ 1000 രൂപ കൊണ്ട് അമ്പലത്തിൽ പോയിട്ട് നിന്ന് നേർച്ച വഴിപാട് നടത്താനാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കനകയും പറയും, ശരി മോളിത് കൈ വെക്കണം എന്ന് പറയും കേട്ടോ. അല്ലാതെ തന്നെ ഈ വീടെല്ലാം എടുത്തു തന്നിട്ടുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ ആദർശ് ചെയ്തു തരുന്നുണ്ട്, അതിൻ്റെ കൂടെ മോൾ അധ്വാനിച്ച് പൈസയും കൂടെ ഞങ്ങൾ മേടിച്ച് കൈ വെക്കുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. എന്നിട്ട് നമ്മുടെ കനക സന്തോഷത്തോടു കൂടി ഇങ്ങനെ പറയുകയാണേ, മോളിത് ആദർശനൊന്നും കൊടുക്കേണ്ട, മോളിത് ആദ്യം കൊടുക്കേണ്ടത് ആരുടെ കയ്യിലാണെന്ന് അറിയുമോ എന്നിങ്ങനെ ചോദിക്കുവേ. മോളുടെ അമ്മായിമ്മയുടെ കയ്യിലാന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ ഒരു കള്ളച്ചിരിയോട് കൂടി ചിരിക്കുന്നുണ്ട്. അപ്പോൾ കനയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയേ, ഞാനിത് കൊണ്ട് കൊടുത്തെന്നാലേ അമ്മയൊന്നും മേടിക്കത്തില്ലെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക എന്നിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഗോവിന്ദൻ പറയും, അവർ മേടിക്കുകയോ മേടിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല, ഇത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം മോൾ കൊണ്ടെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അത് തന്നെയല്ല, ഇനി പൈസ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ഇത് വലിച്ചെറിഞ്ഞെങ്കിലോ, അല്ലെങ്കിൽ തന്നെയും എന്നോട് നല്ല ദേഷ്യത്തിലാണ്, എന്നോട് സ്നേഹമൊന്നുമില്ല എന്നിങ്ങനെയൊക്കെ നയന പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കനക ഇങ്ങനെ പറയുന്നുണ്ട്, അത് ഒന്നും പറയാൻ പറ്റത്തില്ല, അന്ന് മോളെ ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ലേ, അത്ര വലിയ ദേഷ്യമൊന്നും കാണത്തില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ഒട്ടും സ്നേഹമില്ല, ദേവയാനിക്ക് ഒട്ടും സ്നേഹമില്ലാത്ത രീതിയിലൊക്കെയാണ് ഇങ്ങനെ ആക്ടിങ് ചെയ്യുന്നത്. അപ്പോൾ കനക ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, എടി മോളെ എല്ലാം കണ്ടിട്ട് വന്ന എൻ്റെ അടുത്ത് തന്നെ നിന്റെ ഈ അഭിനയം വേണം എന്നിങ്ങനെ മനസ്സിൽ പറയുക കേട്ടോ.
അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുകയാണെ ആ മോള് വന്നല്ലേ ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ നയന് പറയുകയാണ് ഇല്ല അച്ഛാ വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, ആദർശേട്ടൻ അവിടെ കാത്തു നിൽക്കുകയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് ആ ആദർശ് അവിടെ കാത്തു നിൽക്കുമായിരിക്കും അല്ലേ, ആ അതേന്ന് പറയുവേ. എന്നാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് പൈസ എഴുതി നയനയുടെ കയ്യിൽ കൊടുത്തിട്ട് എന്നാൽ വേഗം വിട്ടോളാൻ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയും ശരി എന്നാൽ അച്ഛ അമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണെ. ആ പെട്ടെന്നാണ് കനക മോളെ വിളിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും ആ തലയിലൊക്കെ നിറച്ച് മുല്ലപ്പൂ ഉണ്ടല്ലോ, ഇത് ആരും മേടിച്ച് തന്നാന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്കിനും നയനയ്ക്ക് പെട്ടെന്ന് ഷോക്കാവുകയെ, പറയണോ വേണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോഴത്തേക്കിനും പറയും ആ ഇത് ആദർശമായിട്ടും തലയിൽ മേടിച്ച് വെച്ച് തന്നതാന്ന് പറയും കേട്ടോ. ആ ഓക്കെ വിശ്വസിച്ചു സമ്മതിച്ചു എന്നിങ്ങനെ കനക മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും മോൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കൂടി ഈ ചൂടത്ത് കൊടുക്കാതെ അയച്ചത് മഹാമോശമായി പോയി എന്നിങ്ങനെ പറയുക. അതൊന്നും കുഴപ്പമില്ല, മോൾക്ക് ഇപ്പോൾ വെള്ളം മേടിച്ച് കൊടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, അവൾക്കൊരു ടെൻഷനും ഇല്ല എന്നിങ്ങനെ പറയും കേട്ടോ. നമ്മൾ ഇതുവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന മോൾ നമ്മളെ ഇപ്പോൾ കഴുതുകളാക്കിക്കൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുക. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുക അതെന്താന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ ഇന്ന് ഗോവിന്ദേട്ട ഇന്ന് ഞാൻ പോയത് പ്രായശ്ചിത്തക്കാവിലേക്കാണ്. ആ അതെ നമ്മളുടെ മോളിപ്പം നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഡിസൈനിങ്ങിൽ മാത്രമല്ല അഭിനയത്തിലും ഇപ്പോൾ കഴിവുറ്റ മേധാവിയായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുക എന്ന് പറയും കേട്ടോ. എൻ്റെ ഗോവിന്ദേട്ട ഞാനിപ്പോൾ പ്രായശ്ചിത്തക്കാവിൽ ചെന്നപ്പോഴത്തേക്കിനും നമ്മുടെ ദേവയാനി പ്രായശ്ചിത്ത പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദേവിയുടെ മുന്നിൽ. അതും നമ്മുടെ മോളും അവിടെ ഉണ്ടായിരുന്നു. ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തം പറഞ്ഞ് ഏത്തുവിടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദന് ഇങ്ങനെ ഇത് സമ്മതിക്കാൻ പറ്റുന്നില്ല. നീ പറയുന്നത് സത്യമാണോ എന്ന് പറയും കേട്ടോ, ചോദിക്കും കേട്ടോ. അന്നത്തേക്കും പറയും കനക ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് ഗോവിന്ദേട്ട ഇവിടെ വന്ന് പറയുന്നതെന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുക എന്നിട്ട് മോള് വന്നിട്ട് നീ അത് മോളോട് പറഞ്ഞില്ലല്ലോ എന്നും പറയുക. അപ്പോഴത്തേക്കിനും കനക അവിടെ ഇരിക്കും കേട്ടോ. എന്നിട്ട് കാലുമ്പോൾ കാലൊക്കെ കയറ്റി വയ്ക്കും കേട്ടോ. എന്നിട്ട് പറയുക എന്തിനാ പറയുന്നത്, ഇത്രയും നാളും അവള് എന്നെ പറ്റിച്ചില്ലേ, അതുപോലെ ആദർശമോൻ പറ്റിച്ചില്ലേ, അപ്പോൾ പറയണ്ടെന്നിങ്ങനെ പറയുവേ. അതുകൊണ്ട് എടുത്തടിച്ച പോലെ ഈ കാര്യമൊന്നും പറയണ്ട, എവിടം വരെ ഈ നാടകം പോകുന്നു നമുക്കൊന്ന് അറിയണമല്ലോ എന്നിങ്ങനെ കനക പറയുകയാണെ. അപ്പോഴത്തേക്കിനും ഗോവിന്ദൻ പറയുകയാണെ അല്ല അമ്മായിയമ്മയ്ക്കൊപ്പം പ്രായശ്ചിത്തക്കാവിൽ മോള് പോയതിന് ശേഷമാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ കനക പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഗോവിന്ദായിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പിന്നെ എങ്ങോട്ടാണ് പോയതെന്നറിയോ, നേരെ മുല്ലപ്പൂവിൻ്റെ കടയിലേക്കാണ്. അവിടെ ചെന്നിട്ട് നമ്മുടെ അമ്മായിയമ്മ മരുമകളുടെ തലയിൽ മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്ന കാഴ്ചയും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയും നേരാണോ ഈ പറയുന്നത്, എനിക്കും സത്യം പറഞ്ഞാൽ ഇതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല ഗോവിന്ദേട്ട, അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത് എന്നിങ്ങനെ പറയുവേ. ഈ ചുട്ടു പൊള്ളുന്ന വെയിലത്ത് പിന്നെ ഇതൊക്കെ കഥയാണെന്ന് വിശ്വസിക്കാൻ പറ്റുമോ, ഒരിക്കലുമില്ല. മകളുടെ തലയിൽ മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അമ്മായിയമ്മ തന്നെയാണ് ഓട്ടോയിൽ കയറ്റി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതെന്ന് പറയുവേ. ഇപ്പം ദാ വഴിയിൽ അവിടെ കാത്തു നിൽക്കുകയായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ നയന മോൾക്ക് വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുമോ എന്നിങ്ങനെ കനക ചോദിക്കുകയാണേ. അപ്പോൾ ഗോവിന്ദൻ പറയാ ഇത് കൊള്ളാലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കനക പറയുകയാണ് എൻ്റെ ഗോവിന്ദേട്ടാ നമ്മുടെ മോള് അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്ത വിവരം അവരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്നേഹം നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മുടെ മോളോടുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അത് ദൈവം എനിക്കിന്ന് നേരിട്ട് കാണിച്ചു തന്നു. പ്രായശ്ചിത്തക്കാവിലെ ദേവി ചില്ലറക്കാരിയൊന്നുമല്ല, സത്യങ്ങൾ കൺമുമ്പിൽ കാണിച്ചു തരുന്ന ദേവിയാണ്. നീ പറഞ്ഞത് ശരിയാ കനകെ, നാടകം കളിക്കാൻ അറിയാത്ത കള്ളം പറയാൻ അറിയാത്ത നമ്മുടെ മോള് ഇത്രയും കളിച്ചെങ്കിൽ നീ പറഞ്ഞത് തെറ്റില്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയുകയാണേ. അപ്പത്തേക്കിനും കനകയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ മതിയായിരുന്നു കേട്ടോ. അപ്പത്തേക്കിനും പറയാം അങ്ങനെയാണല്ലോ, അന്ന തൊട്ട് ഇനി തൊട്ട് നമ്മളങ്ങ് കായത്ത് തിമിർത്ത് ആണല്ലോ, ശരിയല്ലേ, എന്നാ പിന്നെ നമ്മളും ഇനി തൊട്ട് അങ്ങോട്ട് കയർത്ത് അഭിനയിച്ച് തുടങ്ങാൻ പോവാന്നിങ്ങനെ കനക പറയും കേട്ടോ. ഞാനിതേ നന്ദൂട്ടനോടൊന്ന് പറയട്ടെ, ഈ അസുഖത്തിനിടയ്ക്ക് അവൾക്ക് ഒരുപാട് സന്തോഷമാവെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയിലെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്നിട്ട് ദേവയാനി നമ്മുടെ നയനയ്ക്ക് ചായ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മനസ്സറിഞ്ഞ ദേവയാനി ചായ ഇങ്ങനെ തട്ടത്തിൽ കുടിക്കുന്നു കേട്ടോ. നമ്മുടെ ഗ്ലാസ്സിലല്ല, ഗ്ലാസ് വെക്കുന്ന തട്ടമുണ്ട്, ആ തട്ടത്തിൽ ഇങ്ങനെ ഊതി ഊതി കുടിക്കുവാണ് നയന. അപ്പോഴത്തേക്കിനും ഒരു പക്വതയുള്ള ഒരു വലിയ വീട്ടിലെ ഒരു ആ വീടിൻ്റെ കുടുംബത്തിൻ്റെ നാഥിയായ ഒരാൾ സ്വന്തം മരുമകളെ എല്ലാം കൊടുത്ത് സ്നേഹിക്കുന്ന ആ ഫീലിങ്ങോടുകൂടി ഇനി നയനയ്ക്ക് ഒരുപാട് സ്നേഹം ഇങ്ങനെ വാരി കോരി കൊടുക്കുന്ന ഒരു മനസ്സോടുകൂടി ഇങ്ങനെ ദേവയാനി ഇരിക്കുകയാണ്.
അങ്ങനെ വളരെ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്ന് കഴിഞ്ഞു പോയത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.